ഒരു രാത്രി കൊണ്ട് തനിക്ക് സ്വന്തമായതെല്ലാം നഷ്ടമായി പോയ ശ്രുതി. രാത്രിയിൽ ഉരുളൊലിച്ചെത്തി അച്ഛൻ, അമ്മ, സഹോദരി ഉൾപ്പെടെ ഏവരെയും കവർന്നെടുത്ത് ശ്രുതിയെ ഈ ലോകത്തൊറ്റയ്ക്കാക്കുന്നു. എന്നാൽ ആ രാത്രി പുലരുമ്പോൾ ജീവിതത്തിൽ തന്നെ തനിച്ചായി പോയ ശ്രുതിയെ തൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ച് ജെൻസൺ പറയുന്നു, ഇല്ല, നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ. വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കാണിച്ച ജെൻസന്റെ ആ സ്നേഹക്കൂടിൽ ഒതുങ്ങിക്കൂടിയ ശ്രുതിയും ജീവിതത്തിലേക്ക് പുത്തൻ ചുവടുകൾ വെച്ചു തുടങ്ങുന്ന കാഴ്ച ഏറെ സന്തോഷത്തോടെയാണ് മലയാളികൾ കണ്ടത്. കേരളം ഒന്നാകെ ശ്രുതിയുടെ ആ മടങ്ങിവരവിൽ സന്തോഷിച്ചു. എന്നാൽ ഇവിടെ ക്രൂരത കാട്ടിയത് വിധിയാണ്. ഒരു വാക്കിനും ഉൾക്കൊള്ളാനാകാത്ത ശ്രുതിയുടെ വേദന വിധി അവൾക്ക് സമ്മാനിക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കുവാനേ സാധിച്ചുള്ളൂ. മാതാവിൻ്റെ DNA ടെസ്റ്റ് വന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഇടത്ത് പോയി മാതാവിനെ ഒരിക്കൽ കൂടി കാണുവാൻ ശ്രുതിക്കൊപ്പം ജെൻസനുമുണ്ടായിരുന്നു. എന്നാൽ തിരിച്ചുള്ള യാത്രയിൽ അവൾ ഒറ്റയ്ക്കാവുകയാണ് എന്നേക്കുമായി. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ ശ്രുതിയുടെ കരം പിടിച്ച ജെൻസനെ ഒരു വാഹനാപകടത്തിലൂടെ വിധി വീണ്ടും തട്ടിയെടുത്തു. എല്ലാം നഷ്ടമായ ശ്രുതിയുടെ കരം പിടിച്ച ജെൻസനെയും മരണം കൊണ്ടുപോകുമ്പോൾ കാലമേ എന്തിനിത്ര ക്രൂരത എന്നു മാത്രമേ ചോദിക്കാനാവുകയുള്ളൂ. ശ്രുതിയുടെ വേദനയിൽ പങ്കുചേരുകയാണ് പ്രമുഖരായ ഒട്ടേറെ പേർ. ചൊവ്വാഴ്ച വൈകിട്ട് 3:30 കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ വെള്ളാരം കുന്നിൽ ശ്രുതിക്കൊപ്പം വാനിൽ സഞ്ചരിക്കവെയുണ്ടായ അപകടത്തിലാണ് ജെൻസന് സാരമായി പരിക്കേറ്റത്. ശ്രുതിയും ജെൻസനും കുടുംബവും സഞ്ചരിച്ച വാൻ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജെൻസൻ. എന്നാൽ വിധിയുടെ ക്രൂരതയിൽ പടപൊരുതി ആ പാവം തോറ്റുപോയി. കേരളം ഒന്നാകെ ജീവിതത്തിലേക്കുള്ള ജെൻസന്റെ മടങ്ങിവരവിനായി പ്രാർത്ഥിച്ചെങ്കിലും അതൊക്കെ വിഫലമാക്കിയായിരുന്നു ആ വേർപാട്. ശ്രുതിയുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് നടി മഞ്ജു വാര്യർ. ഒരു കൈത്തലത്തിനും ആ പെൺകുട്ടിയുടെ കണ്ണീർ തുടയ്ക്കാനാകില്ലെന്നും ഇനി ലോകമൊന്നാകെ ശ്രുതിക്ക് കൂട്ടാകട്ടെ എന്നും മഞ്ജു കുറിച്ചു.